ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. വിജയിക്കാനായിട്ട് നമുക്ക് ചുറ്റും നിരവധി മാർഗങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ ആ മാർഗങ്ങൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ്. അത് കണ്ടെത്തി അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. നമ്മുടെ ചുറ്റും നിരവധി മാർഗങ്ങളുണ്ട്. നിങ്ങളിൽ തന്നെ പലർക്കും എല്ലാവർക്കും കഴിവുള്ളവരാണ്. പക്ഷേ നമ്മളത് വിനിയോഗിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയാത്തത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പഠനത്തിലേക്ക് കടക്കാതിരിക്കരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും ആ ഒരു മെസ്സേജ് അയച്ചിട്ട് പോലും അതിനോട് പ്രതികരിക്കാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എന്തായാലും ഇനി അതിനുള്ളൊരു മാർഗം നമ്മൾ കണ്ടെത്തിയേ മതിയാകും. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാതെ പഠിക്കാതിരിക്കുന്നവരെ നമുക്ക് വേണ്ട എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കേണ്ടി വരും. അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് അവരെ അറിയിച്ചിരുന്നു. പക്ഷേ അവർ അതിനോട് പ്രതികരിക്കുന്നില്ല. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമ്മളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം എന്ന് ഈ വേളയിൽ ഓർമ്മപ്പെടുത്തുവാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ഒരു സന്തോഷം ഞാൻ പങ്കിടുവാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഒരു കുട്ടി, അതായത് ഇപ്പോൾ നമ്മളുടെ ഈ CDPO കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുമുണ്ട്. ആ കുട്ടി ശ്രുതി KT എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിക്ക് ICDS സൂപ്പർവൈസറുടെ അഡ്വൈസ് മെമ്മോ കിട്ടിയിട്ടുണ്ട്. വളരെയേറെ ആനന്ദകരവും സന്തോഷകരവുമായിട്ടുള്ള നിമിഷമാണ്. ആ ശ്രുതി KTക്ക് എൻ്റെയും എൻ്റെ അക്കാദമിയുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുവാണ്. അപ്പോൾ നാളെകളിലുള്ള ഒരു ശ്രുതി KT ആകാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. നിങ്ങളെല്ലാവരും ആ ശ്രുതി KTയെ ഈ വേളയിൽ അഭിനന്ദിക്കണം തീർച്ചയായിട്ടും. കാരണം നാളെ നിങ്ങളും ആ പൊസിഷനിലാകേണ്ടതാണ്. അവരിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഉത്തേജനം കിട്ടേണ്ടതാണ്. എന്തായാലും ശ്രുതി KT ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും രണ്ടു വാക്ക് നമുക്ക് ശ്രുതി KTയോടും ചോദിക്കാം. ഞാൻ ആദ്യം ഈ കോഴ്സ് ആരംഭിക്കുമ്പോൾ ശ്രുതി KTയെ ക്ഷണിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പുതിയ ബാച്ചിന് വേണ്ടിയിട്ട് രണ്ടു വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി KT അന്ന് എന്നോട് പറഞ്ഞത്, ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടല്ലേ ഉള്ളൂ സാറേ, ഞാൻ അതിന് അർഹതയുള്ളവളാണോ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, റാങ്ക് ലിസ്റ്റിൽ വന്നില്ലേ, അത് തന്നെ ഏറ്റവും വലിയൊരു അംഗീകാരം, ഇനി താനെ ബാക്കിയുള്ളതെല്ലാം വന്നുകൊള്ളൂ എന്ന് പറഞ്ഞു. ഈ ശ്രുതി KT എൻ്റെ കോഴ്സിന് ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ മറ്റുള്ള കുട്ടികൾ ഇതേപോലെ നമ്മുടെ ജോലി കിട്ടിയവരും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും ഒക്കെ വന്ന് സംസാരിച്ചപ്പോൾ, എന്നെ വിളിച്ചപ്പോൾ എന്നോട് പങ്കുവെച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്കൊരു ദിവസം ഇതുപോലെ സംസാരിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടണേ തമ്പുരാനെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ സാറിന് വേണ്ടിയിട്ട് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞതാണ്. ഇതൊന്നും ഞാൻ വെറും വാക്ക് പറയുന്നതല്ല. എന്തായാലും ശ്രുതി KT ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടി ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. നമ്മൾ പഠിപ്പിച്ച റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയല്ല, ഒരു ജോലിയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം, എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രുതി KT എന്തായാലും ഒരു രണ്ടു വാക്ക് പറയുന്നതിന് വേണ്ടി ശ്രുതി KTയെ ഹാർദമായിട്ട് ക്ഷണിക്കുവാണ്. ശ്രുതി KT നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ അക്കാഡമിക്കും വേണ്ടിയിട്ട് രണ്ടു വാക്ക് സംസാരിക്കും കുട്ടി. താങ്ക് യു സോ മച്ച് സാർ. ആദ്യം സാറിനോടുള്ള നന്ദി പറയുകയാണ്. ഞാൻ സാറിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് അത് പറയാന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക വലിയ സ്വപ്നമാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ
പല പ്രാവശ്യം ഞാൻ ഈ ഒരു കോഴ്സിൽ നിന്ന് തന്നെ, അതായത് ICDS സൂപ്പർവൈസറിന്റെ ഫസ്റ്റ് കോച്ചിങ്ങിന് പോയിട്ടുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. സാറിന്റെ ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പരീക്ഷ എഴുതിയ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. അതിൽ തന്നെ എനിക്ക് കയറാൻ പറ്റി. പക്ഷെ അത് ജോയിൻ ചെയ്ത സമയത്തും ഇതിൽ വാക്കൻസി കുറവായിരിക്കുമോ, കയറാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. അതേ സമയത്ത് നമ്മുടെ ജനറൽ റിക്രൂട്ട്മെന്റുകൾ ഉണ്ടല്ലോ, LDC, LGS പോലുള്ള, അതിലൊക്കെ ഒരുപാട് വാക്കൻസി ഉണ്ട്, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സും കൂടുതലായിരുന്നു. എന്നാലും നമ്മളതിനേക്കാളും വാക്കൻസി ഉണ്ട് എന്നൊക്കെ കാണുമ്പം എനിക്ക് അങ്ങോട്ട് പോകാനൊരു ടെൻഡൻസി ആയിരുന്നു. എന്നാൽ എൻ്റെ ആ കൺസേൺസ് ഒക്കെ ഞാൻ എന്നിട്ട് സാറിനോട് പറയുകയും ചെയ്യും. അപ്പൊ സാറ് പറയും, അങ്ങനെയല്ല കുട്ടി, നമ്മളെ വാക്കൻസി കുറവാണെങ്കിലും നിങ്ങൾ കാൻഡിഡേറ്റ്സ് കുറവാണ്, പിന്നെ നീ ഇതുവരെ പഠിച്ച കാര്യങ്ങളാണ്, അതൊന്നും കൂടി റിവൈസ് ചെയ്യുക. പിന്നെ ഞാൻ സൈക്കോളജിയാണ് ബേസിക്കലി, പിന്നെ സോഷ്യോളജി, MSW ഉള്ള കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഒന്നുകൂടി പഠിച്ചാൽ മതിയായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് സാറാണ് എന്നെ ഇതിൽ പിടിച്ചു നിർത്തിയത്. സത്യം പറഞ്ഞ അതിന് സാറിനോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അത്രയും സപ്പോർട്ട് തന്ന് കൂടെ നിന്നതിന്. പിന്നെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതെനിക്ക് പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള. ആ സമയത്തൊക്കെ സാറ് കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അതുപോലെ. ഞാനിതൊന്നും വെറും വാക്ക് പറയല്ല കേട്ടോ, ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന്, എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പം എടുത്ത് ഞാൻ പറയാം. അപ്പോൾ അതിൽ നിന്നൊന്നും ഡൈവേർട്ട് ചെയ്ത് പോവാതെ ഇപ്പം ഈ CDPOന്റെ കോച്ചിങ് ആയാലും അപ്പോഴായാലും, കാരണം CDPOന്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ റിസൾട്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴായാലും എനിക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോഴും സാറ് അങ്ങനെയല്ല, നീ ഇതന്നെ നോക്കി, ഇതിലെന്നെ പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ്. അതുപോലെ അപ്പോൾ അങ്ങനെ ഇതിൽ നിൽക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. സാറിനോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. സാറ് പറഞ്ഞത് വിശ്വസിച്ചു മുന്നോട്ട് പോയി. സാറ് പറഞ്ഞതൊക്കെ ഞാൻ സാറ് പറഞ്ഞ പോലെ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ CDPOന്റെ കോച്ചിങ്ങിലാണ് പിന്നെ എനിക്ക് ഓൺലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ടായിരുന്നത്. മറ്റേ ICDSന്റെ കോച്ചിങ് അതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സും എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഞാൻ ഓൺലൈനായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. സാറ് പറഞ്ഞത് എന്തൊക്കെയാണോ അതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്കിതിൽ ഇപ്പം ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്താൻ പറ്റിയതെന്ന് എനിക്ക് എവിടെയാണെങ്കിലും ഞാൻ അത് വിളിച്ച് പറയും. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സാർ. ഞാൻ ഒരിക്കലും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റുമോ, സാർ എപ്പോഴും പറയുന്ന കാര്യമാണ്, കുട്ടിക്ക് തൻ്റെ കഴിവിൽ തനിക്ക് വിശ്വാസമില്ല. പിന്നെ സാറ് ഇപ്പൊ വരെ വൈകുന്നേരം വിളിച്ചപ്പോൾ വരെ സാറ് പറഞ്ഞു, ഇപ്പൊ നിനക്ക് മനസ്സിലായോ നിന്റെ തെറ്റ് എന്താന്നുള്ളതെന്ന്. സത്യമാണ്, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതും ഇതും ആലോചിച്ചു ഞാൻ അങ്ങനെ ഒരു കാര്യം എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഞാൻ അതിനെക്കുറിച്ച്, അതിൻ്റെ വാല്യൂവിനെ കുറിച്ച് ചിന്തിക്കില്ല. അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് നടക്കും. അപ്പോഴും സാറിന് എന്നെ വിശ്വാസമായിരുന്നു. എനിക്ക് എന്തായാലും ഇനിയിപ്പോൾ സ്പെഷ്യലിലല്ലെങ്കിൽ ജനറൽ റിക്രൂട്ട്മെന്റിലെങ്കിലും ഞാൻ കയറും എന്നുള്ളത് സാറിന് ഉറപ്പായിരുന്നു. എനിക്ക് ഉറപ്പില്ലായിരുന്നെങ്കിലും എന്തായാലും കയറാൻ പറ്റി. അതിന് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ എങ്ങനെ നിന്നിരുന്നു അതുപോലെ സാറും ഉണ്ടായിരുന്നു. താങ്ക് യു സാർ. ഓക്കെ ശ്രുതി, അതുപോലെ തന്നെ നമ്മുടെ ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ആ പാറ്റേണുകൾ, അതെല്ലാം എത്രമാത്രം ഉപകരിച്ചു എന്നുള്ളത് കൂടി ഒന്ന് വ്യക്തമാക്കി കൊടുക്കുക. കാരണം കുറേ പേര്, അയ്യോ ഒരു നിമിഷേ, ഗുഡ് ഈവനിങ്, കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? കേൾക്കാം സാർ. കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നെറ്റ് ഭയങ്കര സ്ലോ ആണ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ശ്രുതി, അപ്പോൾ നമ്മളുടെ ടെസ്റ്റ് പേപ്പറുകൾ ഒക്കെ എത്രമാത്രം എങ്ങനെയായിരുന്നു, അതെല്ലാം ഉപകാരപ്പെട്ടോ എന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാമെന്ന്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യാമോ? കാരണം ഇപ്പോൾ നമ്മൾ നിലവിൽ ടെസ്റ്റ് പേപ്പർ ആദ്യ ഒരെണ്ണം നടത്തി, പക്ഷേ അതിൽ കാര്യമായൊരു പ്രതികരണം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് നിർത്തിവെച്ചിട്ട് ഇപ്പോൾ പുതിയ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തുടങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഒന്ന് വിശദീകരിച്ച് കൊടുത്താൽ കുറേ പേർക്ക് അത് ഉപകാരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു.
ആ സർ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്നൊരു മണ്ടത്തരാണ് എന്നാണ്. കാരണം ജലീൽ സാറിന്റെ ക്ലാസ്സിൽ സാറിന്റെ ക്ലാസ്സും നോട്ടും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു പടി മുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സാറ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. അത് അത്രയും നമ്മൾ എന്താ പറയാ, നമ്മൾ അത്രയും അതിന് വാല്യൂ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സാറ് അത്രയും കണ്ണിങ് ആയിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് നമ്മൾ അറ്റൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് PSC പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ അത്ര ഒരു പേടി തോന്നില്ല. കാരണം സാർ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് തിരിച്ചു മറിച്ച് നമ്മളെ ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ICDSന്റെ അറ്റൻഡ് ചെയ്യുന്ന, അതായത് സാറിന്റെ ക്ലാസ്സിൽ സാർ ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് തന്നെയാണ് ഉത്തരം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് പോരും. പിന്നെ ആൻസർ കീ വരുമ്പോഴായിരിക്കും ഇതായിരിക്കില്ല, വേറൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോ ചിലപ്പോ നമ്മൾ നോക്കുമ്പോഴൊക്കെ ഇതന്നെയാണ് ഉത്തരം തോന്നും. എന്നിട്ട് ഞാൻ പോയി സാറിനോട് ചോദിക്കും, സാർ ശരിക്കും ഇതല്ലേ ഉത്തരം? അപ്പോഴായിരിക്കും എന്റെ കുട്ടി ഇതിന്റെ മുഖത്ത് കണ്ടില്ലേ എന്നൊക്കെ ചിലപ്പോ സാറിന്റെ അടുത്ത് നല്ല വളർത്തിട്ട് കേൾക്കും. അപ്പോഴാവും നമ്മൾ സാറ് പറഞ്ഞു തരുമ്പോഴാവും അതിലുള്ള ഒരു മൈന്യൂട്ട് ഡിഫറൻസ് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും തറവായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങും ഒരു ലാസ്റ്റ് ടൈമൊക്കെ ആവുമ്പോഴേക്ക്. പിന്നെ നമുക്ക് PSC പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതൊക്കെ എന്ത് എന്നുള്ള ലെവലിൽ ചിലപ്പം തോന്നുക. അങ്ങനെയല്ല, എല്ലാ ക്വസ്റ്റ്യൻസും നല്ല ഞാൻ പറഞ്ഞ, പക്ഷെ നമുക്കൊരു പേടി തോന്നില്ല. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് പേടി തോന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി പേടിച്ച് സാറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് പേടിച്ച് നമുക്ക് ശീലമായിട്ടുണ്ടാവും. അപ്പോൾ അതും എന്താ പറയാ, അതുപോലൊരു കാരണം PSCയേക്കാൾ നിലവാരമുള്ള രീതിയിലാണ് സാറിന്റെ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ അത്ര പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. മാർക്ക് സാറിന് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം. അങ്ങനെ, കാരണം ഇത്രയും അവൈലബിൾ ആയിട്ടുള്ള ഒരു അധ്യാപകനെ ഡയറക്റ്റ് പല ആപ്പുകളിലായാലും ഞാൻ കുറെ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോ പല ആപ്പുകളിലായാലും നമുക്ക് ഡയറക്റ്റ് ചിലപ്പോൾ ഒരു ടീച്ചറായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയില്ല. പലപ്പോഴും ഒരു മെന്ററായിട്ടായിരിക്കും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് ആ ടീച്ചറോട് ഡയറക്റ്റ് ചോദിക്കാവുന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇവിടെ അതിനേക്കാൾ എന്തുകൊണ്ടും നമുക്ക് കംഫർട്ടാണ് സാറിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ സാറ് ഡയറക്റ്റ് നമുക്ക് പറഞ്ഞു തരുന്ന മറുപടി. പിന്നെ എന്ന് വെച്ചാല് ഇന്ന സമയത്തെ ചോദിക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഏത് സമയത്തും സാറിനോട് എപ്പം മുന്നേ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ആയാലും സാർ ഇങ്ങനെ, ഞാൻ ഇപ്പോഴാണ് ഇത് അറ്റൻഡ് ചെയ്തത്, ഇതിന്റെ ഒരു സംഭവം ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, അത് എത്ര പ്രാവശ്യം നമ്മൾ ആ ഡൗട്ട് ചോദിച്ചാലും സാർ പറഞ്ഞു തരും. നമുക്ക് എങ്ങനെയൊക്കെ പറഞ്ഞാലാണോ നമുക്കത് ക്ലിയർ ആവുക അത്രയും പറഞ്ഞ് തന്നിട്ടുണ്ട് സാറ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങള് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആപ്പിൽ പോയി ജോയിൻ ചെയ്യുകയായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സാറിന്റെ ക്ലാസ്സും നോട്ടും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ. സ്കിപ്പ് ചെയ്യാതിരിക്കുക, കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ താങ്ക് യു ശ്രുതി. എന്തായാലും ഇത്രയും സമയം ചെലവഴിച്ചതിന് വേണ്ടി എന്തായാലും ഒരു ബിഗ് താങ്ക്സ് പറയുവാണ്. അതുപോലെ തന്നെ എന്തായാലും ഇനി ജോലിയിലെല്ലാം പ്രവേശിച്ച് വീണ്ടും ഉയരങ്ങൾ കീഴടക്കാനായിട്ട് ശ്രുതിക്ക് കഴിയട്ടെ. അതേപോലെ ഇപ്പോൾ CDPO കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഒരു ജോലി ലഭ്യമായി എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും നമ്മളുടെ പ്രയാണം അവസാനിപ്പിക്കരുത്. നമുക്ക് ഔദ്യോഗിക തലങ്ങളിലാണെങ്കിലും തിരക്കുകളൊക്കെ ഒത്തിരി ഉണ്ടാകും എന്ന് കരുതിയിട്ട് ഒരിക്കലും നമ്മൾ ഇനി നമ്മളുടെ പ്രായത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമ്മളുടെ ആ പ്രായത്തിൽ നമുക്ക് ഏതറ്റം വരെ എത്താൻ പറ്റുമോ ആ അറ്റത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ വിദ്യ ആർജിച്ചത്. അതാണ് നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയൊരു മോട്ടോ, ഒരു ലക്ഷ്യം. അതാണ് ഒരു മുദ്രാവാക്യം എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കേണ്ടതാണ്. ജീവിതം തമ്പുരാൻ തന്നത് ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് നമുക്ക് കഴിവുകൾ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു പൊസിഷനിൽ ഇരിക്കാനല്ല, ഉയർന്നു പോകണം. ഇതെനിക്ക് പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, എൻ്റെ കോച്ചിങ്ങിന് ചേരുന്നതിന് വേണ്ടി തരുന്ന ഉപദേശമല്ല. കോച്ചിങ്ങിന് ചേരുകയോ ചേരാതിരിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടം.
മനസ്സിലായി? അത് എൻ്റെ അടുത്ത് നിന്നല്ല, എവിടെ ആയാലും നിങ്ങൾ ചേരുവോ ചേരാതിരിക്കുവോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ചേർന്നാലും ചേർന്നില്ലെങ്കിലും സ്വയമായിട്ടാണെങ്കിലും ഉയരങ്ങൾ കീഴടക്കാനായിട്ട് അടുത്ത തസ്തികകളിലേക്കുള്ള ശ്രമങ്ങൾ എന്തായാലും നടത്തണം. അതല്ലാതെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി എനിക്കൊരു ഗവൺമെൻറ് ജോലി ഏതെങ്കിലും ഒന്ന് മതി എന്നല്ല. നമ്മളെപ്പോഴും സ്വപ്നങ്ങൾ കാണുമ്പോൾ ഉയരത്തിലേക്കുള്ള സ്വപ്നങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അതിനുവേണ്ടി പരിശ്രമിക്കുക. എന്നിട്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും നമ്മുടെ ഈ കുട്ടികളുടെ എല്ലാവരുടെയും പേരിലും അഭിനന്ദനങ്ങൾ അറിയിക്കുവാണ്. അതുപോലെ തന്നെ ജോലിയിൽ പ്രവേശിച്ച് എന്തായാലും നല്ല രീതിയിൽ ആ ഔദ്യോഗിക തലത്തിൽ പെർഫോം ചെയ്യാനായിട്ട് കഴിയട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ ഞാൻ ശ്രുതി പറഞ്ഞതും ശ്രുതിയുടെ അനുഭവങ്ങളും നമ്മളുടെ അക്കാഡമിയിൽ പഠിച്ചിട്ടുള്ള വിജയവും ഒക്കെ നിങ്ങൾ കേട്ടറിഞ്ഞവരാണ്. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. ശരിക്കും ആലോചിച്ച് കൃത്യമായിട്ടുള്ളൊരു പഠന സംവിധാനത്തിലൂടെ പോകണം. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യാത്തവർ ചെയ്ത് തന്നെ ശീലിക്കണം. തെറ്റുപറ്റാത്തവരാരുമില്ല. വീണ്ടും പറയുന്നു, അത് തിരുത്തിക്കൊണ്ട് വരാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്നേഹ സാന്ത്വനത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ സ്നേഹ സാന്ത്വനത്തില് നമുക്ക് ഒരു 700 രൂപ കൂടി അഡീഷണൽ ആയിട്ട് അതിന്റെ കെയർ ഗീവേഴ്സിന് കൊടുക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത്. അത് സ്പെഷ്യൽ ആശ്വാസ കിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 700 രൂപ കൂടി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോൾ അടുത്തൊരു കാര്യം നമുക്കതുമായിട്ട് ബന്ധപ്പെട്ടത് പഠിക്കാനുണ്ട്. ഫിസിക്കൽ ആൻഡ് മെന്റൽ റീഹാബിലിറ്റേഷൻ ഫോർ എൻഡോസൾഫാൻ ആൻഡ് വിക്ടിംസ്. എൻഡോസൾഫാൻ ആൻഡ് വിക്ടിംസിന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ റീഹാബിലിറ്റേഷൻ അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കാസർഗോഡ് ജില്ലയില് മൂളിയാർ വില്ലേജില് സഹജീവനം സ്നേഹഗ്രാമം രൂപീകരിച്ചിട്ടുണ്ട്. അതാണ് സഹജീവനം സ്നേഹഗ്രാമം. സഹജീവനം സ്നേഹഗ്രാമം അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലാണ് ഈ പറയുന്ന സഹജീവനം സ്നേഹഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അത് വില്ലേജ് ഏതാണെന്ന് ചോദിച്ചാൽ മൂളിയാർ വില്ലേജ്, MOOLIYA മൂളിയാർ വില്ലേജിലാണ് ഈ പറയുന്ന ഈ സഹജീവനം സ്നേഹഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയാ? ഫിസിക്കൽ ആൻഡ് മെന്റൽ റീഹാബിലിറ്റേഷൻ. ഫിസിക്കൽ ആൻഡ് മെന്റൽ റീഹാബിലിറ്റേഷൻ ആരുടെ? എൻഡോസൾഫാൻ വിക്ടിമിന്റെ റീഹാബിലിറ്റേഷൻ. എൻഡോസൾഫാൻ വിക്ടിമിന്റെ ശാരീരികമായിട്ടുള്ളതും മാനസികവുമായിട്ടുള്ളതുമായിട്ടുള്ള പുനരധിവാസം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. സഹജീവനം സ്നേഹഗ്രാമം. എവിടെയാണത് സഹജീവനം സ്നേഹഗ്രാമം എന്ന് വെക്കുമ്പോൾ പൊട്ടം ബിസ്ക്കറ്റ് കണ്ട പോലെ ഇരിക്കരുത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? അത് എൻഡോസൾഫാൻ വിക്ടിമിന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ റീഹാബിലിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ് ജില്ലയിലെ മൂളിയാർ വില്ലേജിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോ ആ സ്നേഹഗ്രാമം റീഹാബിലിറ്റേഷൻ സ്കീം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇതില് 4 ഭാഗങ്ങളുണ്ട്. ഇതിന് 4 പാർട്സ്. ഈ സഹജീവനം സ്നേഹഗ്രാമം എന്ന് പറയുന്ന ആ റീഹാബിലിറ്റേഷൻ സ്കീമിന്, ആ പദ്ധതിക്ക് 4 കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ 2024-25 കാലഘട്ടത്തിലാണ് ഈ പറയുന്ന സംഭവം വരുന്നത്. 24-25 കാലഘട്ടത്തിൽ. അപ്പൊ അതില് 4 പാർട്സ് ആക്കിയിട്ടാണ് അതിൽ വരുന്നത്. ഒന്ന് ഫോസ്റ്റർ കെയർ ഹോം. ഫോസ്റ്റർ കെയർ ഹോം. രണ്ടാമത് അസിസ്റ്റീവ് ലിവിംഗ് ഫോർ അഡൾട്ട്സ്. Third one, halfway home for assisted living for adult. Halfway homes for assisted living for adult. Assistive living for adults. അതേപോലെ ഹൈ ഡിപ്പെൻഡൻസി കെയർ ഫോർ ടോട്ടലി ബെഡ്റിഡൻ. ഹൈ ഡിപ്പെൻഡൻസി കെയർ
ഡിപ്പെൻഡൻസി കെയർ ഫോർ ടോട്ടലി ബെഡ് റിഡൻ. അപ്പൊ ഈ 4 ഭാഗങ്ങളാണ് ഇതിന്റെ ഭാഗങ്ങളായിട്ട് വരുന്നത്. ഈ സഹജീവനം സ്നേഹഗ്രാമത്തിന്റെ എന്താ ഉദ്ദേശിക്കുന്നത്? ഫോസ്റ്റർ കെയർ ഹോം എന്ന് പറയുമ്പോൾ അണ്ടർ 18 ഇയേഴ്സ് ഓഫ് ഏജ്, 18 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രത്യേക പരിചരണം കൊടുക്കുന്നു. അണ്ടർ 18 ഇയേഴ്സ് ഓഫ് ഏജ്, 18 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രത്യേക പരിചരണം. എങ്ങനെയുള്ളവരാണ്? എൻഡോസൾഫാൻ വിക്ടിംസ് ആണ്. അവർക്ക് പ്രത്യേക പരിചരണം കൊടുക്കുന്നു. പിന്നെ അസിസ്റ്റീവ് ലിവിംഗ് ഫോർ അഡൾട്ട് എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അവർക്ക് താമസിക്കാനായിട്ടുള്ള ഒരിടം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. അതേപോലെ ഹാഫ് വേ ഹോംസ് ഫോർ അസിസ്റ്റഡ് ലിവിംഗ് ഫോർ അഡൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഭിന്നശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെട്ടെന്നുള്ള താമസ സൗകര്യങ്ങളിലെ മാറ്റം, അതുമാത്രമല്ല പുതിയ ആളുകളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് ഒഴിവാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹാഫ് വേ ഹോംസ് ഫോർ അസിസ്റ്റീവ് ലിവിംഗ് ഫോർ അഡൾട്ട്സ് എന്ന് പറയുന്ന സംഭവം ഉള്ളത്. അതേപോലെ ഹൈ ഡിപ്പെൻഡൻസി കെയർ ഫോർ ടോട്ടലി ബെഡ് റിഡൻ, സ്വയം ചലിക്കാത്തവർക്ക് പ്രത്യേക പരിചരണമൊക്കെ അതിലൂടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഒന്നുമില്ല, ഫിസിക്കൽ ആൻഡ് മെന്റൽ റീഹാബിലിറ്റേഷൻ ആരുടെ? എൻഡോസൾഫാൻ വിക്ടിംസിന്റെ. അതിനുവേണ്ടി 2024-25 വന്ന പദ്ധതിയാണ് സഹജീവനം സ്നേഹഗ്രാമം റീഹാബിലിറ്റേഷൻ സ്കീം എന്ന് പറയുന്നത്. കാസർഗോഡ് ജില്ലയിലെ മൂളിയാർ വില്ലേജിലാണ് അത് നടപ്പാക്കുന്നത്. അത് 4 ഘട്ടങ്ങളായിട്ടാണ്, അതിന്റെ പാർട്സ് ആയിട്ടാണ്. അതായത് ഫോസ്റ്റർ കെയർ സംവിധാനം കൊടുക്കുന്നുണ്ട് 18 വയസ്സിൽ താഴെയുള്ളവർക്ക്. അതേപോലെ 18 വയസ്സിൽ മുകളിലുള്ള ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് അസിസ്റ്റീവ് ലിവിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാഫ് വേ ഹോംസ്, അതായത് ഇങ്ങനെ വേറെ സ്ഥലത്തേക്ക് താമസം മാറി വരുന്ന ഈ ഭിന്നശേഷിയുള്ളവർക്ക് ആ താമസ സൗകര്യം മാറ്റി ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹാഫ് വേ ഹോംസ്. അതേപോലെ തന്നെ ഹൈ ഡിപ്പെൻഡൻസി കെയർ ഫോർ ടോട്ടലി ബെഡ് റിഡൻ, അതായത് ശയ്യാപരമ്പരായിട്ടുള്ള സ്വയം ചലിക്കാത്ത ആളുകൾക്ക് പ്രത്യേക പരിചരണം ഒക്കെ കൊടുക്കുന്ന പരിപാടികളൊക്കെയാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് അനന്യം സ്കീം. അനന്യം സ്കീം എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി വന്നതാണ്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ അവരുടെ കലാവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കലാസംഘം രൂപീകരിക്കുന്ന പരിപാടിയാണ് ഈ അനന്യം സ്കീം എന്ന് പറയുന്നത്. അത് വരുന്നത് 30th സെപ്റ്റംബർ 2024. 30th സെപ്റ്റംബർ 2024 സെപ്റ്റംബർ മാസം 30 വന്ന പദ്ധതിയാണ് അനന്യം സ്കീം എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടി വന്നതാണ്? ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി വന്നതാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. കേരള ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ to formulate the comprehensive state policy for transgender community in 2015. അതായത് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് പോളിസി രൂപീകരിച്ച ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. അപ്പൊ കേരള ഇസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് എന്താ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പോളിസി രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ചോദിച്ച ചോദ്യം കേരള സംസ്ഥാനമാണ്. എന്നാണ് ട്രാൻസ്ജെൻഡർ പോളിസി വരുന്നത്? 2015 ട്രാൻസ്ജെൻഡർ പോളിസി വരുന്നത്. അതും പഠിച്ചു. The state government has strategized the action plan for the implementation of several welfare programs and individual beneficiary schemes for the well-being of the transgender community. അപ്പോൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ വെൽബീയിങ്ങിന് വേണ്ടി അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പല പ്രോഗ്രാമുകളും നമ്മുടെ സംസ്ഥാന സർക്കാർ ആരംഭിക്കുകയുണ്ടായി. The Department of Social Justice has launched an initiative called Ananyam Scheme for developing the artistic talent and aptitude within the transgender community. അപ്പൊ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ആർട്ടിസ്റ്റിക് ടാലന്റുകളും അവരുടെ ആപ്റ്റിറ്റ്യൂഡും വികസിപ്പിക്കുന്നതിന് വേണ്ടി വന്ന ഒരു കേരള സംസ്ഥാന
സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. അത് കൊണ്ടുവന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വന്ന പരിപാടിയാണ് ഇത്. എന്തിനു വേണ്ടി വന്നതാണ്? ആർട്ടിസ്റ്റിക് ടാലന്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് അത് വികസിപ്പിക്കുന്നതിന് വേണ്ടി വന്ന ഒരു പരിപാടിയാണ് അനന്യം സ്കീം എന്ന് പറയുന്നത്. The scheme is aimed to ensure better financial and social life for transgender community members. അപ്പൊ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ആൻഡ് സോഷ്യൽ ലൈഫ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമിടുന്നത്. This scheme would bring better visibility and social acceptance for the transgender individual. അതിന് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇടയിൽ കൂടുതൽ അക്സെപ്റ്റൻസ് കൈവന്ന ഒരു സ്കീമാണ് ഈ അനന്യം സ്കീം എന്ന് പറയുന്നത്. ദ ടാലന്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ആർട്ടിസ്റ്റിക് ടീം വിൽ ബി അസസ്ഡ് ആൻഡ് നെസസറി ട്രെയിനിങ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ആൻ ഏജൻസി കോൾഡ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം. ഗുരു ഗോപിനാഥ് നടനഗ്രാമം. ഈ ഗുരു ഗോപിനാഥ് നടനഗ്രാമവുമായിട്ട് സഹകരിച്ചാണ് നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഈ അനന്യം സ്കീം നടത്തുന്നത്. അപ്പോ ടാലന്റുള്ള കഴിവുള്ള ആർട്ടിസ്റ്റിക് ടീമിനെ വാർത്തെടുക്കുന്നത് ഈ ഗുരു ഗോപിനാഥ് നടനഗ്രാമമാണ്. അപ്പൊ അവരാണ് സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, നെസസറി ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. എ ട്രാൻസ്ജെൻഡർ ആർട്ട് ടീം, അപ്പൊ അതിലൊരു ടീമിൽ ഏകദേശം 30ഓളം അംഗങ്ങൾ ഉൾപ്പെടുന്ന കലാസംഘങ്ങളാണ്. 30 persons, 30 പേരടങ്ങുന്ന ട്രാൻസ്ജെൻഡറിന്റെ കലാസംഘങ്ങൾ രൂപീകരിക്കുന്നു. വിൽ ബി കൺസ്റ്റിറ്റ്യൂട്ടഡ് ടു പ്രൊവൈഡ് the community members with a platform to showcase their talent and earn a സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ ടാലന്റുകളെ പ്രകടിപ്പിക്കാനും അതുപോലെ തന്നെ അവർക്ക് ഒരു സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ഉപജീവനം നേടാനുമായിട്ട് കഴിയും. ദ ആർട്ട് ടീം ക്യാൻ പെർഫോം. ഈ ആർട്ട് ടീം, ഈ കലാസംഘങ്ങള് പല ഫെസ്റ്റിവലുകളില്, ഫെയറുകളില്, അതേപോലെ എക്സിബിഷനുകളില്, കൾച്ചറൽ ഫെസ്റ്റുകൾ, നമ്മുടെ സംസ്ഥാന സർക്കാർ ഓർഗനൈസ് ചെയ്യുന്ന കൾച്ചറൽ ഫെസ്റ്റുകളിലെ എക്സിബിഷനുകളില്, ഫെയറുകളില്, അതേപോലെ ഫെസ്റ്റിവലുകളിലും ഒക്കെ പരിപാടികൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇതാണ് അനന്യം സ്കീം എന്ന് പറയുന്നത്. അതിന്റെ ആപ്ലിക്കൻസ് എങ്ങനെയുള്ളവരായിരിക്കണം? ഷുഡ് ബി 18 years of the age. 18 വയസ്സ്, 18 years of age. 18 വയസ്സ് പൂർത്തിയായവരാണ് ഈ കലാസംഘത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അവർക്ക് ട്രാൻസ്ജെൻഡർ ID കാർഡ് ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അനന്യം സ്കീം, അപ്പൊ എന്താണ് അനന്യം സ്കീം? വളരെ പുതിയ സ്കീമാണ്. എന്താണ്? സംസ്ഥാനത്ത് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാസംഘങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ഓർ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് വന്ന പരിപാടിയാണ് അനന്യം സ്കീം എന്ന് പറയുന്നത്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 30 സെപ്റ്റംബർ 2024 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ കേരളമാണ് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ആദ്യമായിട്ടൊരു പോളിസി രൂപീകരിച്ച സംസ്ഥാനം. കേരള സ്റ്റേറ്റ് ആണ്. അത് എന്നാണ്? 2015. അപ്പൊ ഈ അനന്യം സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കലാസംഘങ്ങൾ രൂപീകരിക്കുന്നു. 30 പേർക്കാണ്, 30 പേരടങ്ങുന്ന ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു കലാസംഘം. അപ്പൊ അവരുടെ കഴിവുകൾ അസസ് ചെയ്യുകയും അവരെ ട്രെയിനിങ് വേണ്ട വിധത്തിലൊക്കെ കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരു ഗോപിനാഥ് നടന ഗ്രാമം, അതിന്റെ സഹകരണത്തോടു കൂടിയാണ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഈ അനന്യം സ്കീം നടത്തുന്നത്. അപ്പൊ ആ ട്രാൻസ്ജെൻഡർ വ്യക്തികളിലുള്ള ആ ആർട്ടിസ്റ്റിക് ടാലന്റും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി വന്ന കേരള സംസ്ഥാന പദ്ധതിയുടെ പേരെന്ത് എന്ന് ചോദിക്കുമ്പോൾ വടി വിഴുങ്ങി പോലെ ഇരിക്കരുത്. അനന്യം സ്കീം. അനന്യം സ്കീം അത് നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി വന്നതാണ്. അവരുടെ ടാലന്റുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി വന്നതാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി അടുത്തൊരു സംഭവമാണ് അനുയാത്ര. അനുയാത്ര, അനന്യം സ്കീം, ദെൻ അനുയാത്ര.
അത് 13th June 2017 ആരംഭിച്ചത്. 13th June 2017 ജൂൺ മാസം 13 അനുയാത്ര എന്ന് പറയുന്ന പരിപാടി ആരംഭിച്ചത്. അനുയാത്ര എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ടുഗെദർ എന്നാണ് അർത്ഥം. വാക്കിംഗ് ടുഗെദർ എന്ന് അർത്ഥം വരുന്ന അനുയാത്ര എന്ന് പറയുന്ന കേരള സംസ്ഥാന പദ്ധതി ആരംഭിച്ചത് 2017 ജൂൺ മാസത്തിലാണ് ആരംഭിച്ചത്. അപ്പൊ അത് ഇനാഗുറേറ്റ് ചെയ്തത് അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹമീദ് അൻസാരിയാണ് ട്രിവാൻഡ്രത്ത്. 2017 ഹമീദ് അൻസാരി ഉദ്ഘാടനം ചെയ്തു. ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അനുയാത്രയുടെ ഉദ്ഘാടനം. അനുയാത്രയുടെ പ്രൊജക്ട് അംബാസിഡേഴ്സ് ആരാണ് എന്ന് ചോദിച്ചാൽ എംപവർ എന്ന് പറയുന്ന മാജിക് ടീമാണ്. അണ്ടർ ദ സ്കീം മോഡൽ ചൈൽഡ് അപ്പൊ ആ എംപവർ എന്ന് പറയുന്നത് നമ്മുടെ ഗോപിനാഥ് മുതുകാട് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ചിൽഡ്രൻസ് മാജിക് ടീമാണ് എംപവർ. എംപവർ എന്ന് പറയുന്ന മാജിക് ടീം അത് നമ്മുടെ ഗോപിനാഥ് മുതുകാടിന്റെ എംപവർ. അവരാണ് ഈ അനുയാത്ര പ്രോജക്റ്റിന്റെ അംബാസിഡേഴ്സ്. ഒന്നും കളയാനില്ല, എല്ലാം പഠിക്കണം. അംബാസിഡേഴ്സ് ആരാണ്? മാജിക് ടീം എംപവർ ഗോപിനാഥ് മുതുകാടിന്റെ. അണ്ടർ ദ സ്കീം മോഡൽ ചൈൽഡ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് വിൽ ബി സ്റ്റാർട്ടഡ് ഫോർ ദ കെയർ ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. അപ്പൊ ഈ സ്കീമിന്റെ അണ്ടറിൽ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് വിൽ ബി സ്റ്റാർട്ടഡ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മോഡൽ റീഹാബിലിറ്റേഷൻ സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസബിലിറ്റീസ് ഉള്ള ചിൽഡ്രൻസിന് കെയർ കൊടുക്കുന്നതിന് വേണ്ടി. അങ്ങനെയുള്ള ആദ്യത്തെ സെന്റർ വന്നത് അട്ടപ്പാടിയിലാണ്. ഫസ്റ്റ് സെന്റർ അട്ടപ്പാടി. അപ്പൊ നമ്മളോട് ചോദിക്കാം, അനുയാത്ര എന്ന് പറയുന്ന സ്കീമിന്റെ അണ്ടറിൽ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെ? വടി പിടുങ്ങിയ പോലെ ഇരിക്കുന്നത് എവിടെയാണ്? അട്ടപ്പാടിയിലാണ് ആദ്യത്തെ ചൈൽഡ് റീഹാബിലിറ്റേഷൻ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റർ അണ്ടർ അനുയാത്ര. സ്റ്റാർട്ടഡ് ഫോർ ഹൂം? ദ കെയർ ഓഫ് ദ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റർ അനുയാത്രയുടെ അണ്ടറിൽ ആരംഭിക്കുകയുണ്ടായി. എവിടെയാണ്? അട്ടപ്പാടിയിൽ. കേരള സ്റ്റേറ്റ് ഇൻ ലൈൻ വിത്ത് ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ഇൻ ഡിസബിലിറ്റി പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് അക്രോസ് ദ ഗ്ലോബ് ആൻഡ് ഇൻ ദ കൺട്രി ലോഞ്ച് എ കോംപ്രഹെൻസീവ് അപ്രോച്ച് ഇൻ ഡിസബിലിറ്റി മാനേജ്മെന്റ്. അപ്പോ നമ്മുടെ രാജ്യത്തിന്റെ ഡിസബിലിറ്റി പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് അനുസരിച്ചിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെയും അതുപോലെ ആഗോളതലത്തിലുള്ള ഇതിന് ചുവട് പിടിച്ചുകൊണ്ട് ഒരു കോംപ്രഹെൻസീവ് അപ്രോച്ച്, ഒരു സമഗ്ര പദ്ധതി, ഡിസബിലിറ്റി മാനേജ്മെന്റിന് വേണ്ടി വന്ന ഒരു സമഗ്ര പദ്ധതിയാണ് ഈ അനുയാത്ര എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് റൈറ്റ് ബേസ്ഡ് ലൈഫ് സൈക്കിൾ അപ്രോച്ച്. അപ്പൊ ഇതെങ്ങനെയുള്ള അപ്രോച്ചാണ്? ഇതൊരു ലൈഫ് സൈക്കിൾ അപ്രോച്ചാണ് വിഭാവനം ചെയ്യുന്നത്. ലൈഫ് സൈക്കിൾ അപ്രോച്ച്. എന്താ ഈ ലൈഫ് സൈക്കിൾ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജനനം തുടങ്ങി അവരുടെ ഓൾഡ് ഏജ് വരെയുള്ള, അതായത് എല്ലാ A to Z എന്നുള്ള രീതിയിലാണ്. അതാണ് ലൈഫ് സൈക്കിൾ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ അനുയാത്രയെ പറ്റി ശരിയായ പ്രസ്താവന ഏത് എന്നുള്ള ചോദ്യം ചോദിച്ചാലും വടി വിഴുങ്ങിയ പോലെ ഇരിക്കരുത്. അനുയാത്ര ഇന്ന ദിവസം ആരംഭിച്ചു, അതുപോലെ അനുയാത്ര എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സൈക്കിൾ അപ്രോച്ചാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞിരിക്കരുത്. എന്താണ് അനുയാത്ര എന്ന് പറയുന്നത്? ലൈഫ് സൈക്കിൾ അപ്രോച്ചാണ്, ശരിയായ പ്രസ്താവനയാണ്. കാരണം അതിലെന്താണ്? അതില് ജനനം, ബർത്ത് ടു ഓൾഡ് ഏജ് വരെയുള്ള ഒരു സപ്പോർട്ട്, ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ്, ഒരു സമഗ്രമായിട്ടുള്ള റൈറ്റ് ബേസ്ഡ് ലൈഫ് സൈക്കിൾ അപ്രോച്ച് ഇൻ ഡിസബിലിറ്റി മാനേജ്മെന്റ് നെയ്മഡ് അനുയാത്ര. ദാറ്റ് മീൻസ്
ദ വാക്കിംഗ് ടുഗെദർ എന്നുള്ളതാണ്. അപ്പൊ അനുയാത്ര എന്ന് പറഞ്ഞാൽ ഡിസബിലിറ്റി മാനേജ്മെന്റിന് വേണ്ടിയിട്ട് വന്ന ഒരു സംഭവമാണ് ഡിസബിലിറ്റി മാനേജ്മെന്റ്. ഡിസബിലിറ്റി മാനേജ്മെന്റില് ഒരു ലൈഫ് സൈക്കിൾ അപ്രോച്ചാണ് എന്തില്, അനുയാത്രയില്. അനുയാത്ര മീൻസ് വാക്കിംഗ് ടുഗെദർ എന്നാണ്. ഇതിന്റെ വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അനുയാത്രയുടെ വിഷൻ? ട്രാൻസ്മിഷൻ കേരള ടു ബി എ ഡിസേബിൾഡ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ത്രൂ എ കോംപ്രഹെൻസീവ് റൈറ്റ് ബേസ്ഡ് ലൈഫ് സൈക്കിൾ അപ്രോച്ച്. ഈ ലൈഫ് സൈക്കിൾ അപ്രോച്ച് പദ്ധതിയിലൂടെ, ഇങ്ങനെയുള്ള ഒരു സമഗ്ര പദ്ധതി വിഭാവനം ചെയ്തതിലൂടെ കേരള സംസ്ഥാനത്തെ ഡിസേബിൾഡ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് എന്നുള്ള രീതിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ വിഷൻ. അപ്പൊ ഇതിന്റെ വിഷൻ എന്താണ്? ട്രാൻസ്മിഷൻ. നമ്മുടെ രാജ്യത്തെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. എന്താണ്? ഡിസേബിൾഡ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ ട്രാൻസ്മിഷൻ നടത്തുന്നതിന് വേണ്ടി വന്ന കേരള ഗവൺമെന്റ് പദ്ധതിയുടെ ഓമന പേരാണ് അനുയാത്ര. പഠിച്ചു. അപ്പൊ ഒരു പ്രാവശ്യം കൂടി നമുക്ക് അനുയാത്ര നടത്തിയാലോ? എന്താ അനുയാത്ര എന്ന് പറഞ്ഞാൽ? അതിന്റെ സിമ്പിൾ മീനിങ് എന്താ? വാക്കിംഗ് ടുഗെദർ എന്നാ വന്നത്. ഒന്ന് ഓർത്തു നോക്കി. എന്നാ വന്നത്? 13th June 2017 വന്നത്. ആരാണത് ഇനാഗുറേറ്റ് ചെയ്തത്? ആരാണ്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ. നിങ്ങൾ അവിടെ നിന്ന് പറയുമ്പോഴല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന്. ആരാ ഉദ്ഘാടനം ചെയ്തത്? അവ ഇന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹമീദ് അൻസാരി. എവിടെയാണ്? തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ പ്രൊജക്ട് അംബാസിഡർ ആരാണ്? പ്രൊജക്ട് അംബാസിഡർ എന്ന് പറഞ്ഞേ. ആരാ പ്രൊജക്ട് അംബാസിഡർ? ആരാ? എംപവർ. EMPOWER. എംപവർ എന്ന് പറയുന്ന മാജിക് ടീം. ആ മാജിക് ടീം ആരുടെയാ? നമ്മുടെ ഗോപിനാട് മുതുകാടിന്റെയാണ് എംപവർ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്കീം അനുസരിച്ചിട്ട് ഒരു മോഡൽ റീഹാബിലിറ്റേഷൻ വില്ലേജ് സ്ഥാപിക്കുകയുണ്ടായി. അതെവിടെയാണ് മോഡൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്തത്? എവിടെയാ സ്ഥാപിച്ചത്? അട്ടപ്പാടിയിൽ സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? കെയർ. ആരുടെ കെയർ ആണ്? ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ കെയർ. ഇതിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനം ഏത് സമീപനമാണ്? ഈ അനുയാത്രയിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനം ഏതാണ്? ഏത് സമീപനം? റൈറ്റ് ബേസ്ഡ് കോംപ്രഹെൻസീവ് ലൈഫ് സൈക്കിൾ അപ്രോച്ച്. അതായത് ഒരാളുടെ ബർത്ത് തുടങ്ങി ഓൾഡ് ഏജ് വരെ ഉള്ള കാര്യങ്ങളുടെ കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ വിഷൻ എന്താണ്? ഈ അനുയാത്രയുടെ മെയിൻ വിഷൻ എന്താണ്? നമ്മുടെ കേരള സംസ്ഥാനത്തെ ട്രാൻസ്മിറ്റ് ചെയ്യണം. എങ്ങനെയാക്കി മാറ്റണം? നമുക്ക് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഏത് അപ്രോച്ചിലൂടെ? ഇത്തരത്തിലുള്ള കോംപ്രഹെൻസീവ് റൈറ്റ് ബേസ്ഡ് ലൈഫ് സൈക്കിൾ അപ്രോച്ചിലൂടെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് വിഭാവനം ചെയ്യുന്നത് എന്നുള്ളതും ഓർത്തു വെക്കുക. ഇനി അടുത്ത ഒരു സ്കീം. സമയം വൈകിയോ? ചോറൊക്കെ കഴിക്കാനായിട്ടുള്ളതാണ്. വിശക്കുന്നുണ്ടോ? ഒരു ചെറിയ സ്കീമും കൂടി എടുത്തിട്ട് അവസാനിപ്പിക്കാം. വിശക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കും. വിദ്യാകിരണം എന്ന് പറയുന്ന സ്കീം അത് 2017-18 ഒരു സാമ്പത്തിക വർഷത്തിലാണ് വരുന്നത്. 2017-18 സാമ്പത്തിക വർഷത്തിലാണ്. രേഖകളിൽ കാണുന്നത് 26th April 2017. 26th April 2017 വിദ്യാകിരണം എന്ന് പറയുന്ന പദ്ധതി വരുന്നത്. എന്താ വിദ്യാകിരണം എന്ന് പറഞ്ഞാൽ? ദി സ്കീം എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് ടു ചിൽഡ്രൻ ഓഫ് ഡിസേബിൾഡ് പാരന്റ്സ്. എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് ചിൽഡ്രൻ ഡിസേബിൾഡ് പാരന്റ്സ്. അപ്പൊ ഡിസബിലിറ്റി ഉള്ള പാരന്റ്സിന്റെ മക്കൾക്ക്
വിദ്യാഭ്യാസ സഹായം, ധനസഹായം കൊടുക്കുന്ന പരിപാടിയാണ് വിദ്യാകിരണം. വിദ്യ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. ആർക്കാണ് ആ കിരണം കൊടുക്കുന്നത്? കിരണം കൊടുക്കുന്നത് ഡിസേബിൾഡ് ആയിട്ടുള്ള പാരന്റ്സിന്റെ കുട്ടികൾക്കാണ് ഈ കിരണം സമ്മാനിക്കുന്നത്. അത് വന്നത് 2017 26 ഏപ്രിൽ 2017 വരുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റ്? നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ സംഭവം കൊണ്ടുവരുന്നത്. ഓക്കെ, has initiated a comprehensive scheme called Vidyakiranam that provide educational assistance to children of differently abled parents. അതായത് ആ ഡിസബിലിറ്റി, ഒന്നുകിൽ ഡിസബിലിറ്റി രണ്ട് ഫാദറിനും മദറിനും ഉണ്ടാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക്, അച്ഛനോ അമ്മയ്ക്കോ ഡിസേബിൾഡ് ആണ്, അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഇത് കിട്ടുക. who are economically deprived, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഡിസബിലിറ്റി ഉള്ള പാരന്റ്സിന്റെ മക്കൾക്ക് കൊടുക്കുന്ന ധനസഹായമാണ്. ആ ഡിസബിലിറ്റി ഒന്നുകിൽ രണ്ടുപേർക്കും ആകാം, അല്ലെങ്കിൽ ഒരാൾക്കായാലും മതി. ഫ്രം ഈച്ച് കാറ്റഗറി എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് ക്യാൻ ബി പ്രൊവൈഡഡ് ടു 25 ചിൽഡ്രൻ ഫ്രം ഈച്ച് ഡിസ്ട്രിക്ട്. 25 കുട്ടികൾക്കാണ് ഒരു ജില്ലയിൽ നിന്ന് കൊടുക്കുന്നത്. 25 ചിൽഡ്രൻ. ഒരു ജില്ലയിൽ നിന്ന് 25 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. 25 children from each district for a duration of 10 months. എന്ന് വരെയാണ് ഈ ധനസഹായം കിട്ടുക? 10 മാസമാണ് കൊടുക്കുന്നത്. 10 മാസത്തേക്ക് മന്ത്ലി പേയ്മെന്റ് കൊടുക്കുന്ന പരിപാടിയാണ് ഈ വിദ്യാകിരണം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോ ഇതില് സ്റ്റാൻഡേർഡ് 1ാം ക്ലാസ് തുടങ്ങി 5ാം ക്ലാസ് വരെ 300 രൂപ കിട്ടും പ്രതിമാസം. സ്റ്റാൻഡേർഡ് 1 to 5 ₹300 300 രൂപ കിട്ടുന്ന പരിപാടിയാണ് പ്രതിമാസം. ഇനി 6ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെ, 6 തുടങ്ങി 10ാം ക്ലാസ് വരെ 500 രൂപ കിട്ടും, ₹500. ഇനി +1 +2 ITI ഇതൊക്കെ പഠിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള പഠിക്കുന്നവർക്ക് 750 രൂപ, ₹750. +1 +2 ITI അതിന് ഇക്വലന്റ് ആയിട്ടുള്ളത് പഠിക്കുന്നവർക്ക് 750 രൂപയാണ് കിട്ടുന്നത് പ്രതിമാസം. ഇനി ഡിഗ്രി, PG, പോളിടെക്നിക്, അതേപോലെ പ്രൊഫഷണൽ കോഴ്സ് അങ്ങനെയുള്ള ഇതുമായിട്ട് പഠിക്കുന്നവര്, ഡിഗ്രി, PG, അതേപോലെ പോളിടെക്നിക്, പ്രൊഫഷണൽ കോഴ്സ്, ഇതിനെല്ലാത്തിനും ₹1000 രൂപയാണ് പ്രതിമാസം കിട്ടുന്നത്, ധനസഹായമായിട്ട് കിട്ടുന്നത്. അപ്പോ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, ഡിസേബിൾഡ് ആയിട്ടുള്ള പാരന്റ്സ് ആയിരിക്കണം, അതിൽ ആർക്കെങ്കിലും. പിന്നെ ഏത് കാറ്റഗറി ആയിരിക്കണം? BPL കാറ്റഗറി ആയിരിക്കണം, ബിലോ പോവർട്ടി ലൈൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം? റേഷൻ കാർഡൊക്കെ ഹാജരാക്കണം. പിന്നെ ആ ഡിസേബിലിറ്റി എത്രമാത്രം വേണമെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫാദറിനോ മദറിനോ അല്ലെങ്കിൽ രണ്ടുപേർക്കുമോ ആ ഡിസേബിലിറ്റി മസ്റ്റ് ബി 40% ഓർ എബോവ്. 40% അതിനു മുകളിലോ ഡിസബിലിറ്റി ഉള്ളവർക്ക്. ഡിസബിലിറ്റി മസ്റ്റ് ബി 40% ഓർ എബോവ്. 40% അതിനു മുകളിലോ ഡിസബിലിറ്റി ഉള്ള അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ആകാം, അല്ലെങ്കിൽ രണ്ടുപേർക്കോ ആകാം. അപ്പോ അതിനുവേണ്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. എത്ര പെർസെന്റേജ് ആണ് ഡിസബിലിറ്റി എന്ന് കാണിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതേപോലെ BPL കാറ്റഗറി ആണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി റേഷൻ കാർഡിന്റെ കോപ്പി എല്ലാം ഹാജരാക്കണം. അപ്പൊ അതാണ് വിദ്യാകിരണം പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ വിദ്യാകിരണത്തിൽ കൂടി ഒന്നുകൂടി നമുക്ക് കടന്നു പോകാം. വിദ്യാകിരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് കിരണം കൊടുക്കുന്നു, സഹായം കൊടുക്കുന്ന പരിപാടിയാണ്. ആർക്കാണ് വിദ്യാകിരണം കൊടുക്കുന്നത്? അതായത് ഡിസേബിൾഡ് ആയിട്ട് ഡിസബിലിറ്റി ഉള്ള പാരന്റ്സിന്റെ മക്കൾക്ക്. ആ ഡിസബിലിറ്റി ഒന്നുകിൽ അച്ഛനാകാം, അല്ലെങ്കിൽ അമ്മക്കാകാം, അല്ലെങ്കിൽ രണ്ടുപേർക്കും കൂടി ആവാം. പിന്നെ എങ്ങനെയുള്ള കാറ്റഗറി ആയിരിക്കണം? അവർ BPL കാറ്റഗറിയിൽ പെട്ടവരായിരിക്കണം. അപ്പൊ അവർക്ക് എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന പരിപാടിയാണ് വിദ്യാകിരണം എന്ന പദ്ധതി എന്ന് പറയുന്നത്. ഇത് 25 പേർക്ക് ഒരു ജില്ലയിൽ കൊടുക്കത്തുള്ളൂ. 10 മാസമാണ് അതിന്റെ കാലാവധി. മറന്നു പോകരുത്, 10 മന്ത്സിലാണ് ഈ ധനസഹായം കൊടുക്കുന്നത്. ഇത് 2017-18 സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ്സ് പ്രകാരം 26 ഏപ്രിൽ 2017 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് പ്രകാരം 1ാം ക്ലാസ് തുടങ്ങി 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടും 300 രൂപ പ്രതിമാസം കിട്ടും. 6ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെ ഉള്ള കുട്ടികൾക്ക് കിട്ടും 500 രൂപ പ്രതിമാസം.
+1 +2 ITIയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടും 750 രൂപ പ്രതിമാസം. ഡിഗ്രിക്ക്, PGക്ക്, അതേപോലെ പോളിടെക്നിക്ക്, അതിന് മുകളിലേക്ക് വേറെ ഏതെങ്കിലും തത്തുല്യമായ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്ക് കിട്ടും 1000 രൂപ. കിട്ടുന്നത് എത്ര നാളത്തേക്ക് മാത്രമാണ്? 10 മാസത്തേക്ക് മാത്രമാണ് കിട്ടുക. ഇവിടെ ആ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇവർ ഹാജരാക്കണം. ഡിസബിലിറ്റി ടോട്ടൽ വേണ്ടത് 40% ഡിസബിലിറ്റി വേണം. അച്ഛനമ്മ ആർക്കെങ്കിലോ 40% അല്ലെങ്കിൽ 2 പേർക്കോ 40% ഡിസബിലിറ്റി എങ്കിലും മിനിമം വേണം. അതിനുവേണ്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അതേപോലെ BPL വിഭാഗത്തിലാണ് എന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടി ഇൻകം സർട്ടിഫിക്കറ്റ്, അതേപോലെ റേഷൻ കാർഡിന്റെ കോപ്പി, ഇതെല്ലാം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ഈ വിദ്യാകിരണം പദ്ധതി വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് പിന്നെ എടുക്കാം. എന്തായാലും നമ്മളിത്ര വായു പിടിച്ചൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളെ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ടെസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്കീമിൻ്റെ മുഴുവനായിട്ടുമില്ല. ഞാനൊരു പോയിന്റ് പറയാം നാട്ട് തന്നതിന് ശേഷം. ആ പോയിന്റ് വരെയുള്ള ഭാഗം വെച്ചിട്ട് നമുക്ക് അടുത്ത ടെസ്റ്റ് പേപ്പർ. അപ്പോൾ ഞാൻ നാളെയോ മറ്റന്നാളോ ആയിട്ട് എന്തായാലും ആ നോട്ട്സ് ഇടാം. നോട്ട്സ് ഇട്ട് കഴിയുമ്പോൾ ഞാൻ താഴെ അതിൽ ഏതൊക്കെ എവിടം വരെ ഉണ്ട് എന്നുള്ളത് ഞാൻ മെസ്സേജ് ചെയ്യാം വാട്സാപ്പിൽ. അപ്പോൾ ഗ്രൂപ്പിലിടാം. അപ്പോൾ അതുവരെ നോക്കുക. കാരണം ഒറ്റയടിക്ക് എല്ലാം കൂടി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്കും പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്കത് ഡിവൈഡ് ചെയ്തിട്ട് ഏതെങ്കിലും കുറച്ച് ഭാഗം വെച്ചിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടാം. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇനിയും പഠിക്കാനായിട്ട് വൈകിട്ടുള്ളവർ എന്തായാലും സമാധാനിച്ചോളൂ. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പഠിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും ആ കൃത്യമായിട്ട് ആ പറയുന്ന ഇപ്പോൾ ഏത് ടോപ്പിക്കാണ്, ഇപ്പോൾ എത്ര 5 സ്കീം 10 സ്കീമാണ്, ആ 10 സ്കീം കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് നമുക്കൊരു 4 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഈ പറയുന്ന ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒരു ടെസ്റ്റ് പേപ്പർ നടത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം എത്ര എണ്ണം പിന്നെ കിട്ടി എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പോയാൽ മാത്രമാണ് നമ്മൾ വിജയം കാണത്തുള്ളൂ. അതിലാണ് വിജയം കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ തെളിവുകൾ ഇരിക്കുവാണ്, മനസ്സിലായോ? ഞാൻ ഇത്ര നാളും ഞാൻ പറയുമായിരുന്നു അങ്ങനെ ഉണ്ടായി ആനയാണ്. പിന്നെ കുറച്ച് കുട്ടികൾ വന്ന് പറഞ്ഞു. ഇപ്പോൾ ദേ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോടൊപ്പം ഇരുന്ന് ഇപ്പോൾ നമ്മളോട് സംവദിച്ചിട്ടുള്ള കുട്ടി ഇരിക്കുവാണ്. അപ്പം അതുകൊണ്ട് കണ്ണ് മിഴിച്ച് നോക്ക്, മനസ്സിലായോ? കാത് കൂർപ്പിച്ചിരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനിയും വൈകിട്ടില്ല. നമുക്ക് എവിടെയോ തമ്പുരാൻ എന്തെല്ലാമോ വിധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കുക. അത് തേടി നമ്മൾ പോകണം. അതിന് നമ്മളുടെ പരിശ്രമമാണ് അവിടെ അനിവാര്യമായിട്ടുള്ളത്. പലരും അതിനുവേണ്ടി പരിശ്രമിക്കാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ആ ലക്ഷ്യം നേടാതിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഉറപ്പിക്കാം, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് പഠിച്ച് ശരിക്കും കൃത്യമായിട്ട് പഠിച്ച് പറഞ്ഞ പോലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വേറെ നിങ്ങൾക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരുഴപ്പലും നമ്മളുടെ ഈ പറയുന്ന കോച്ചിങ്ങിലില്ല, മനസ്സിലായോ? ഒരു സ്വാർത്ഥ മോഹങ്ങളും ഇതിൻ്റെ പിന്നിലില്ല. നിങ്ങൾ പഠിക്കുക, നിങ്ങളൊരു ലക്ഷ്യത്തിലെത്തിക്കുക, അത് മാത്രമാണ് നമ്മൾ ലക്ഷ്യമായിട്ടുള്ളത്. അല്ലാതെ നിങ്ങളുടെ പൈസ മേടിക്കുന്നതിൽ ഒരർത്ഥം കാണാത്തത് കൊണ്ടാണ് വീണ്ടും വാശി പിടിച്ച്. ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറഞ്ഞു, ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ? ഇത് പല പ്രാവശ്യം ഈ ഗ്രൂപ്പിലിട്ട് അവരങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും തല വെട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇടേണ്ട വല്ല കാര്യമുണ്ടോ? അവർ വേണമെങ്കിൽ പഠിക്കും. തനിക്ക് തന്നെ കാശ് കിട്ടിയില്ലേ, പിന്നെ എന്തിനാ ഇവരുടെ പുറകെ പോകുന്നേ? ഇതുവരെ കാണാത്ത, എവിടെയാണ് ജീവിക്കുന്നതെന്ന് പോലും അറിയാത്ത, രൂപവും ഭാവവും ഒന്നും അറിയാത്ത ഈ കുട്ടികളുടെ പുറകെ പോകാനായിട്ട് ഇയാൾക്ക് എന്താ വല്ല വട്ടുണ്ടോ? ശരിയല്ലേ? ചോദ്യം ശരിയാണ്. പക്ഷേ ഇവിടെ നമുക്ക് നമ്മുടെയൊക്കെ ഉള്ളിലൊരു സാധനമുണ്ട്, ഒരു മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിന് വില കൊടുത്തുകൊണ്ട് അതിനൊരു മൂല്യം ഉണ്ടെന്ന് കരുതുന്നത് കൊണ്ടാണ് നിങ്ങൾ കിട്ടുന്ന പൈസ നമ്മളതങ്ങ് മേടിച്ച് പോക്കറ്റിലിടുന്നതിലല്ല അർത്ഥം. അതുപോലെ ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുമ്പോൾ അവർക്കും അവരുടെ ആ കുടുംബവും അവർക്കൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും അവരുടെ പ്രാർത്ഥനകളിൽ എന്തായാലും ഈ എളിയവനും ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ ആ സാറിൻ്റെ അടുത്തുനിന്ന് പഠിച്ചിട്ട്
എന്ന് ആരോടെങ്കിലും പറയുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു 10 പ്രാവശ്യം കുറേ കാലം കഴിയുമ്പോൾ മറന്നു പോയാലും ആ തുടക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും എപ്പോഴാണെന്നുണ്ടെങ്കിലും അന്ന് ആ സാറ് പഠിപ്പിച്ചത് കൊണ്ട് എനിക്കത് അങ്ങനെ കിട്ടി, അങ്ങനെ ഒരു ജോലി കിട്ടി, അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൊണ്ട് എനിക്കങ്ങനെ കയറാൻ പറ്റി എന്ന് പറയുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിക്കുക, ധൈര്യപ്പെട്ട് പഠിച്ചോളൂ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ അന്ന് ഇങ്ങനെ പഠിച്ചു പക്ഷേ എനിക്ക് അന്ന് കിട്ടിയില്ല ICDS സൂപ്പർവൈസർ. ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തമ്പുരാൻ കരുതിയിരിക്കുന്നത് CDP ആകാം, അല്ലെങ്കിൽ അതിലപ്പുറമാകാം. അതിനൊരു ഉദാഹരണമല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വേറൊരു കുട്ടി വന്ന കുട്ടിയുടെ പേരെന്തായിരുന്നു, നമ്മളുടെ പ്രിൻസിപ്പൽ കൗൺസിലറിലെ കുട്ടി വന്ന് സംസാരിച്ചത്. ആ കുട്ടി ആദ്യം ജോയിൻ ചെയ്തു എൻ്റെ പ്രിൻസിപ്പൽ കൗൺസിലർ കോച്ചിങ്ങിൽ. പക്ഷേ ആ കുട്ടിക്ക് മുഴുവനായിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ, ആ കുട്ടി തന്നെ പറഞ്ഞ രീതിയിൽ ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം എന്ത് ചെയ്തു, രണ്ടാമത് അപ്പോൾ ആ കുട്ടി ഒരു തീരുമാനം എടുത്തായിരുന്നു. എന്നിട്ട് ദിവസം എണ്ണി ആ കുട്ടി കഴിയുകയായിരുന്നു എന്നുള്ളത് ഓർക്കണം. ഇനി ഒരു എക്സാം വരുന്നതിന് വേണ്ടി പ്രിൻസിപ്പൽ കൗൺസിലർ. അപ്പം എത്രമാത്രം അതിന് വേണ്ടിയിട്ട് അധ്വാനിച്ചിരുന്നു. അത് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇനി വരുമ്പോൾ എന്തായാലും എഴുതണം, വാശി. വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഈ കോച്ചിങ്ങിൽ വന്ന് ജോയിൻ ചെയ്ത ആ കുട്ടിയാണ് സൗമ്യ മധുകുമാർ. നിങ്ങൾക്കും ചെക്ക് ചെയ്യാം. ഇനിയിപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ, റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല, റാങ്ക് ലിസ്റ്റ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ കുട്ടി അപ്പോൾ ഇനി അടുത്തൊരു ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. കാരണം ഒരെണ്ണം കഴിഞ്ഞിട്ട് എന്നിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ കോള് ആ സൗമ്യ മധുകുമാറിൻ്റെ ആയിരുന്നു. ആ കുട്ടിയാണ് ആദ്യം വന്ന് പ്രിൻസിപ്പൽ കൗൺസിലറുടെ ഇതിൽ ജോയിൻ ചെയ്തത്. പിന്നെ ആ ആദ്യത്തേനെ അപേക്ഷിച്ച് അന്ന് തെറ്റുകൾ ആ കുട്ടിക്ക് മനസ്സിലായി. കാരണം പഠിച്ചിരുന്നെങ്കിൽ പല ക്വസ്റ്റ്യനുകളും ആ കുട്ടി എന്നോട് പറഞ്ഞു, അവിടെ ചെന്നപ്പോൾ ആണ് മനസ്സിലായത് പഠിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്നുള്ളത്. അതിനുശേഷം ഈ പ്രാവശ്യം കൃത്യമായിട്ടിരുന്ന് പഠിച്ചു, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് ആ കുട്ടി വന്നിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പ്രതീക്ഷയുണ്ട്, എന്തായാലും ആദ്യത്തെ റാങ്കുകളിൽ തന്നെ വരുമെന്നുള്ളത്. കാരണം വളരെ കുറച്ച് പേരേ ഉള്ളൂ, 13-14 പേരേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ കുട്ടി ആ റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തായാലും അങ്ങനെ വരട്ടെ, സർവശക്തൻ അതിന് തുണക്കട്ടെ. ആ കുട്ടിയുടെ അധ്വാനത്തിന് അത്രയും അധ്വാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അതിന് വേണ്ടിയിരിക്കുന്നു. പിന്നെ ഒരു ക്ലാസ് തന്നെ എത്ര പ്രാവശ്യം കേട്ട കാര്യങ്ങളൊക്കെ ആ കുട്ടി പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പാഠങ്ങളാണ്, മനസ്സിലായി. ഇതെല്ലാം ഇല്ലാക്കഥകൾ പറയുന്നതോ അല്ലെങ്കിൽ ഒരു കോച്ചിങ് സ്ഥാപനം വലുതാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മഹാത്മ്യങ്ങളല്ല നിരത്തുന്നത്, പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളും അതുപോലെ ആകണം. എങ്കിലാണ് നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നും പ്രാർത്ഥിക്കാറുള്ളത് പോലെ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകൾ ഉപയോഗിക്കാനായിട്ട് സർവശക്തനായ നാഥൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ പലവിധ പ്രയാസങ്ങൾ കൊണ്ടും ദുഃഖങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും സങ്കടങ്ങൾ കൊണ്ടും ഒക്കെ വിഷമിക്കുന്ന, രോഗങ്ങൾ കൊണ്ടും ഒക്കെ വിഷമിക്കുന്നവർ നമ്മളിൽ തന്നെയുണ്ട്, നമ്മളുടെ വീടുകളിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാം സർവശക്തനായ തമ്പുരാൻ മാറ്റി എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അഡ്വൈസ് മെമ്മോ വന്നവർക്കും അതേപോലെ തന്നെ ഇനി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കും നല്ല രീതിയിൽ ജോലിയിൽ പ്രവേശിക്കാനും അവർക്ക് അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ നല്ല രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാനും കഴിയട്ടെ. അതിന് സർവശക്തൻ തുണക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുവാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു.